നമസ്കാരം. എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ ആദ്യ വീഡിയോ ആണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ അതെല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യാത്രകളെ സ്നേഹിക്കുന്നവർക്കും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നവർക്കും കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന റോഡുകളും മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ആരംഭിക്കുന്ന പുതിയൊരു യാത്രയാണ് നമ്മുടേത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് കായംകുളത്ത് നിന്നും തോട്ടപ്പള്ളി വരെയാണ്. ഇപ്പോൾ ഇതൊരു POV വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത്. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ കുറച്ച് ഡ്രോൺ ഷോട്ടുകളൊക്കെ ഇട്ട് വീഡിയോ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കരിയിലക്കുളങ്ങര ജംഗ്ഷൻ എടുക്കാറായി. സൗത്ത് കേരള ഭാഗത്ത് നമ്മുടെ റോഡിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം മഴയായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് നടക്കുന്നത്. എങ്കിലും പല ഭാഗങ്ങളിലായിട്ടും നമ്മൾ വളരെയധികം സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും രാത്രി സമയത്താണ് കൂടുതലും അപകടങ്ങൾ നടക്കാറുള്ളത്. കാരണം റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും വഴിവിളക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി മഴ സമയത്ത്, ഇപ്പോൾ മഴയാണല്ലോ, മഴയുള്ള സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അപകടം നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലാണ്. ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് പുത്തൻ റോഡ് ജംഗ്ഷനിലാണ്. ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. ഇവിടെ വലതുഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തൂടെല്ലാം സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ കരിയിലക്കുളങ്ങര സ്പിന്നിങ് മില്ലിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആയ ഹൈവേയിലേക്ക് കയറുന്നത്. ഇവിടെ വലത് സൈഡിലാണ് കരിയിലക്കുളങ്ങര സ്പിന്നിങ് മില്ല്. ഈ ഭാഗങ്ങളിലെല്ലാം നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. ഇത് കരിയിലക്കുളങ്ങര ജംഗ്ഷനാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ഭാഗത്തൂടെയൊക്കെ വരുന്ന സമയത്ത് കരിയിലക്കുളങ്ങര ജംഗ്ഷൻ ആകുമ്പോൾ ഒരു ആളും തിരക്കും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന സമയത്ത് കരിയിലക്കുളങ്ങര ജംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. നിലവിൽ കായംകുളത്ത് നിന്ന് ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഫൈനൽ ലെയർ ടാറിങ് കഴിഞ്ഞ റോഡിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. വാഹനങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ കരിയിലക്കുളങ്ങര തൊട്ട് ഏകദേശം രാമപുരം വരെ റോഡിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇനി ലൈൻ മാർക്കിങ്ങും ലൈറ്റുകളും മാത്രം വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞാൽ രാമപുരം സ്കൂളിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ രാമപുരം അണ്ടർപാസ് വരുന്നത്. ഇവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ രാമപുരം അണ്ടർപാസ് ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ അപ്രോച്ച് റോഡിനായിട്ട് മണ്ണിട്ട് ഫിൽ ചെയ്യുന്ന പണികളെല്ലാം നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിനായിട്ട് മണ്ണെല്ലാം ഇട്ട് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പാളിയോളം റീവാൾ ബ്ലോക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാമപുരം ക്ഷേത്രം കഴിഞ്ഞുള്ള അണ്ടർപാസ് വരെ നമ്മുടെ ആദ്യത്തെ ലെയർ ടാറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളെല്ലാം കടത്തി വിടുന്നത്. മീഡിയൻ്റെ പണികളും ക്രാഷ് ബാരിയറിൻ്റെ പണികളെല്ലാം ഇവിടെ ബാക്കിയുണ്ട്. മഴയായതുകൊണ്ടാവാം അതൊക്കെ പണികളൊക്കെ ബാക്കി വെച്ചേക്കുന്നത്. അടുത്ത സ്ഥലം വരുന്നത് ചേപ്പാട് ഭാഗമാണ്. ആലപ്പുഴ ജില്ലയിലെ ഏക വയഡക്റ്റ് നിർമ്മാണം നടക്കുന്നത് ഈ ചേപ്പാട് പള്ളിയുടെ മുൻഭാഗത്തായിട്ടാണ്. ഇവിടെ പൈലിങ്, പിയർ ക്യാപ്പ് നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തൊക്കെ
കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള തൂണുകൾക്ക് മുകളിലായിട്ട് പിയർ ക്യാപ്പും ഗർഡറുകളും സ്ഥാപിക്കാനുള്ള പണികൾ നടക്കുകയാണ്. ഇവിടെയും NTPC അണ്ടർപാസ് ഭാഗത്തും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചേപ്പാട് കഴിഞ്ഞാൽ പിന്നെ കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ വലതു ഭാഗത്തായി കാണുന്ന റുബി കൺവെൻഷൻ സെൻറ്റർ ഭാഗത്തെ പണികളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസം മുൻപേ ഇവിടുത്തെ പണികളൊക്കെ തീർന്നു കിടക്കുകയാണ്. ക്രാഷ് ബാരിയറുകളിൽ വെള്ളയും കറുപ്പും പെയിൻ്റൊക്കെ അടിക്കുന്ന പണികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എത്തുന്നത് രാമപുരം നങ്ങ്യാറുകുളങ്ങര കവലയിലേക്കാണ്. എത്തുമ്പോൾ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. നങ്ങ്യാറുകുളങ്ങര അണ്ടർപാസിൻ്റെയും ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെയും നിർമ്മാണത്തിനായി ധാരാളം ആറിവാൾ ബ്ലോക്കുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ വലതു ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതു ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കാനും കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുണ്ട്. ഇപ്പം നമ്മൾ ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫ്ലൈ ഓവറിനായി വലതു ഭാഗത്ത് പിയർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഗട്ടറുകൾക്ക് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും ഒരേ വഴിയിലൂടെ ആയതിനാൽ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹരിപ്പാട് ജംഗ്ഷനിൽ തൂണുകളുടെ നിർമ്മാണം കുറേയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പലയിടത്തും തൂണുകൾക്ക് മുകളിലായി പിയർ ക്യാപ്പൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വലതുവശത്തായിട്ട് തൂണുകൾക്ക് മുകളിലൊക്കെ ഗർഡറുകളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അവിടെ ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ഡ്രോൺ ഷോട്ട് ഉണ്ടായിരുന്നെങ്കിൽ മുകളിൽ കൂടെയുള്ള വീഡിയോ നോക്കിയിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. എനിക്ക് നോക്കിയിട്ട് കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. വിശ്വസമുദ്രയുടെ റീച്ചിൽ പലയിടത്തായിട്ടും പണികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഇങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കൾവർട്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പഴയ റോഡിലൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങളെല്ലാം കടന്നു പോകേണ്ടത്. ഇതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ റോഡ് ഇവിടെ എല്ലാം നിർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹരിപ്പാട് ജംഗ്ഷനിലേക്കുള്ള ഫ്ലൈ ഓവറിന് ആവശ്യമായ ഗർഡറുകളെല്ലാം നിർമ്മിച്ചു വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മാധവ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ വലതുവശത്തെ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത്. എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വലതുവശത്തെ വഴിയിലൂടെ കടത്തി വിടുന്നതുകൊണ്ട് ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. കാരണം എനിക്കും പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഇതുവഴി പോകുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ KSRTC ബസ്സുകളൊക്കെ നമുക്ക് നേരെ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യാത്രക്കാർ ശ്രദ്ധിച്ച് മാത്രം പോവുക. അണ്ടർപാസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലാറി വാൾ ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കി പണികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹരിപ്പാട് കഴിഞ്ഞോട്ട് ഈ മാധവ ജംഗ്ഷനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇതുവഴി വരുന്നവർ വളരെയധികം സൂക്ഷിച്ചു പോകണം. കാരണം രണ്ട് സൈഡിലെയും റോഡുകൾ ഒരുമിച്ച് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അണ്ടർപാസിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഹരിപ്പാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് വരുത്തില്ല. രാത്രി സമയത്തൊക്കെ ഭയങ്കര അപകടമാണ്. ഇതുവഴി നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. രാത്രി കാലങ്ങളിലൊക്കെ ഒരു അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ച് മുന്നേക്ക് വരുന്ന സമയത്ത് ഇവിടെ പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് സ്ലോ ആണ് ഇവിടുത്തെ പണികൾ നടക്കുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നൊരു 4-5 മാസമായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഭാഗത്തെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെയധികം പണികളൊന്നും ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നമ്മൾ ഡാണാപ്പടി പാലത്തിനടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. വലതുവശത്ത് പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കായി ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇരുവശങ്ങളിലും ക്രാഷ് ബാരിയർ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വലതുവശത്ത് കാണുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ കാര്യമായ മാറ്റങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. പള്ളിയുടെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്ത് സർവീസ് റോഡ് പണികൾ കുറച്ച് പെൻഡിങ് ഉള്ളതായിട്ടാണ് കാണുന്നത്. പഴയ പോസ്റ്റുകൾ ഇനിയും മാറ്റാനുണ്ട്. എന്നാൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ആദ്യ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ കാണാം. പഴയ റോഡ് പൊളിച്ച് മീഡിയം വരുന്ന ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. വലതുവശത്തെ ആറുവരിപ്പാതയുടെ പണികൾ ചിലയിടങ്ങളിൽ ഗ്യാപ്പുകളും കാണാൻ പറ്റും. നമ്മളിപ്പോൾ KV ജെട്ടി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റിട്ടേണിംഗ് വാളുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മഴവെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെയൊക്കെ ഉള്ളത്.
അടുത്തതായി നമ്മൾ ഈ കരുവാറ്റ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കരുവാറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്തേക്ക് അടുത്ത് വരികയാണ്. ഇവിടുത്തെ പ്രധാന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രാഷ് ബാരിയറുകളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. മീഡിയന്റെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. സ്കൂള് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നേക്ക് വരുമ്പോൾ കടുവൻകുളങ്ങര അണ്ടർപാസ് നമുക്ക് കാണാൻ പറ്റും. കടുവൻകുളങ്ങരയിൽ നിന്ന് വഴിയമ്പലം വരെ ആദ്യ ടാറിങ്ങും ക്രാഷ് ബാരിയർ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡുകളിലും മെയിൻ 6 വരി പാതയിലും സ്ട്രീറ്റ് ലൈറ്റ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതാണ് വഴിയമ്പലം അണ്ടർപാസ്. ഇവിടുത്തെ അണ്ടർപാസിന് മുകളിൽ കൂടെ ഭാഗികമായിട്ട് വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് കായംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ഡൈവർഷൻ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നോട്ട് കരുവാറ്റ സബ്സ്റ്റേഷൻ കഴിഞ്ഞാൽ കന്നുകാലിപ്പാടം ഭാഗമാണ്. അവിടെ വലതുവശത്ത് സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മെയിൻ റോഡ് പണികൾ ഇനിയും തീരാനുണ്ട്. അടുത്തതായി കൽപ്പകവാടി റെസ്റ്റോറൻറ്റിന് സമീപമുള്ള അണ്ടർപാസ് ഭാഗമാണ്. ഇവിടെ ഇരുവശങ്ങളിലും മണ്ണ് നീക്കി അടിയിലത്തെ ലെയർ ആറിവാൾ ബ്ലോക്കുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് ടാറിങ്ങും ക്രാഷ് ബാരിയർ പണികളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. തോട്ടപ്പള്ളി പാലത്തിന് മുൻപുള്ള ചെറിയ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും വലിയ തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് കുറേ നാളായി. ദേശീയപാത കടന്നു പോകുന്ന വീതിയേറിയ കായലായതുകൊണ്ട് ഇവിടുത്തെ നീളമുള്ള സ്റ്റീൽ ഗർഡറുകൾ ഉപയോഗിക്കാനാണ് സാധ്യത. അപ്പം നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ലോഞ്ചർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗർഡറുകൾ വെച്ച് തുടങ്ങിയിട്ടില്ല. എന്നാൽ ഈ ഗർഡറുകളൊക്കെ പൊക്കിയെടുത്ത ലോഞ്ചറിലേക്ക് വെക്കുന്നതിനായിട്ട് 2 വലിയ ക്രെയിനുകൾ പുതുതായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഡർ സ്ഥാപിക്കുന്ന പണികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതാണ് കായംകുളം മുതൽ തോട്ടപ്പള്ളി വരെയുള്ള റീച്ചിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.